മനസ്സിനെ വല്ലാണ്ട് സ്പർശിക്കുന്ന ഒരു കബറടക്കവും അതിൽ നിന്നുള്ളൊരു ഉയർപ്പും നിങ്ങളും കണ്ടു നോക്കൂ. എന്തൊരു പ്രകാശം, എനിക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. നിങ്ങൾ യേശുവിനെയാണോ അന്വേഷിക്കുന്നത്? അതെ, ഗുരുവിനെയാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ എന്തിനാണ് മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത്? മറിയം. ഗുരു, അങ്ങ്? മറിയം, ഞാൻ നിങ്ങളോടൊപ്പം ആയിരുന്നപ്പോൾ പറഞ്ഞിരുന്നതല്ലേ, എൻ്റെ ശരീരമാകുന്ന ആലയം നിങ്ങൾ നശിപ്പിച്ചാൽ 3-ാം നാൾ ഞാൻ അതിനെ പുനരുദ്ധരിക്കുന്നതാണ്. മറിയം, നീ പോയി സഹോദരന്മാരോട് ഞാൻ ജീവിച്ചിരിക്കുന്ന കാര്യം അറിയിക്കുക. ചിലത് പൂർത്തിയാക്കി ഞാൻ അവരെ സന്ദർശിക്കും എന്നറിയിക്കുക. കല്ലറ സന്ദർശിക്കാൻ പോയ സ്ത്രീകൾ ഗുരുവിനെ കണ്ടു. പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കാത്തത്? സമയമാകുമ്പോൾ ഗുരു നമ്മളെ സന്ദർശിക്കാമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് കാത്തിരിക്കാം. പിതാവേ, ഞാൻ ഇത്ര പാപിയാണോ? യോനായിയുടെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? യോനായിയുടെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഊവ് കർത്താവേ. സഹോദരരെ, ഞാൻ എന്നും നിങ്ങളോടൊപ്പം വസിക്കുവാൻ ആഗ്രഹിച്ചവനാണ്. യുഗാന്തം വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകേണ്ട സമയം സമാഗതമായി. എന്നാൽ നിങ്ങൾക്ക് ഞാൻ ഒരു വാഗ്ദാനം നൽകുന്നു. ഞാൻ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ആരെല്ലാം എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നുവോ അവരുടെ മധ്യേ ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് എന്നെ നേരിൽ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുദിന ദിവ്യബലിയിൽ ലോകത്തിൻ്റെ ദൃഷ്ടികളെ മാറ്റി ഉൾക്കണ്ണുകളാൽ വീക്ഷിച്ചാൽ നിങ്ങൾക്കെന്നെ ബലിമധ്യേ ദർശിക്കാം. നിങ്ങൾക്ക് സമാധാനം. വിശ്വം കാക്കുന്ന നാഥ, വിശ്വൈകനായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ, നിന്നാത്മചൈതന്യം നിറയ്ക്കൂ.